തിരുവനന്തപുരത്ത് ഇപ്പോൾ മനോഹരമായ ഒരു നാടകം നടക്കുകയാണ്. BJP ജയിക്കുമെന്ന് ഉറപ്പായ മണ്ഡലങ്ങളിൽ തോൽവി മുന്നിൽ കണ്ടു തുടങ്ങിയപ്പോൾ CPM പുറത്തെടുക്കുന്ന പഴയ സ്ഥിരം അടവ് BJP പണം ഒഴുക്കി. റഹീമിന്റെ ഇപ്പോഴത്തെ ആകുലതകൾ കാണുമ്പോൾ സത്യത്തിൽ സഹതാപം തോന്നുകയാണ്. ഓരോ വീട്ടിലും 10,000 രൂപ വീതം BJP കൊടുത്തു എന്നാണ് അദ്ദേഹത്തിന്റെ പുതിയ കണ്ടുപിടുത്തം. അങ്ങനെയെങ്കിൽ ഓരോ വാർഡിലും വിതരണം ചെയ്യാൻ BJP ഏത് റിസർവ് ബാങ്കാണ് തിരുവനന്തപുരത്ത് തുറന്നതെന്ന് കൂടി കാണിക്കുന്നത് നന്നായിരിക്കും. സ്വന്തം പാളയത്തിലെ വോട്ടുകൾ ചോരുന്നത് തടയാൻ കഴിയാതെ വരുമ്പോൾ ജനങ്ങൾ വികസനം കണ്ട് വോട്ട് ചെയ്യുന്നത് കാണുമ്പോൾ അതിനെ പണമൊഴുക്ക് എന്ന് വിളിച്ച് ആശ്വസിക്കാനേ ഇവർക്ക് കഴിയുകയുള്ളൂ. ചിലരുടെ ലോണുകൾ BJP തീർത്തു കൊടുത്തു എന്നാണല്ലോ മറ്റൊരു ആരോപണം. കേരളം മൊത്തം കടക്കിണിയിലാക്കി ശമ്പളവും പെൻഷനും കൊടുക്കാൻ പോലും കേന്ദ്രത്തിന്റെ കനിവ് കാത്തു നിൽക്കുന്ന ഒരു സർക്കാർ ഭരിക്കുമ്പോൾ ലോൺ അടച്ചു തീർക്കുന്ന കഥയൊക്കെ പറയുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട്. പിണറായി വിജയന്റെ ഭരണം കൊണ്ട് പൊറുതിമുട്ടിയ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് പണം വാങ്ങിയിട്ടാണെന്ന് പറയുന്നത് വോട്ടർമാരെ അപമാനിക്കുന്നതിന് തുല്യമാണ്. രാജീവ് ചന്ദ്രശേഖർ സന്തോഷിക്കുന്നത് വെറുതെയാണെന്ന് റഹീം പറയുന്നു. എന്നാൽ വട്ടിയൂർക്കാവിലും കഴക്കൂട്ടത്തും നേമത്തും BJP ആത്മവിശ്വാസത്തോടെ നിൽക്കുന്നത് ജനങ്ങൾ നൽകിയ പിന്തുണയിലാണ്. CPM വർഷങ്ങളായി കൊട്ടി ആഘോഷിച്ച കോട്ടകൾ ഓരോന്നായി തകരുന്നതിന്റെ വേവലാതിയാണ് ഈ വാക്കുകളിൽ നിഴലിക്കുന്നത്. പണവും മദ്യവും എന്ന് പറഞ്ഞ് കരയാതെ ചെയ്ത വികസനങ്ങളെ കുറിച്ച് പറയാൻ വല്ലതുമുണ്ടോ എന്ന് നോക്കുന്നതല്ലേ നല്ലത്. പെട്ടികളിൽ പണം കൊണ്ടുവന്നു എന്നും വാഹനത്തിന്റെ നമ്പർ വ്യാജമാണെന്നുമുള്ള ശിവൻകുട്ടിയുടെ കണ്ടെത്തൽ അടുത്ത ചിരിവിരുന്നാണ്. ആ പഴയ നിയമത്തെ അക്കൗണ്ട് പൂട്ടിച്ചു എന്ന ഡയലോഗ് ഇത്തവണ ഏൽക്കില്ലെന്ന് ബോധ്യമായതോടെ BJP വിരുദ്ധത പറഞ്ഞ് ന്യൂനപക്ഷ വോട്ടുകൾ തട്ടിയെടുക്കാനുള്ള തന്ത്രമായിരുന്നു ശിവൻകുട്ടി പയറ്റിയത്. പക്ഷേ പിണറായി സർക്കാരിന്റെ അഴിമതിയും കരിമണൽ ഇടപാടും മാസപ്പടിയും കണ്ട് മടുത്ത ജനങ്ങൾക്ക് BJP എന്ന വികസന രാഷ്ട്രീയത്തിൽ വലിയ പ്രതീക്ഷയുണ്ട്. സ്വന്തം ഗവൺമെന്റ് ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും ഗതിയില്ലാതെ കേന്ദ്രം പൈസ തരുന്നില്ലേ എന്ന് പറഞ്ഞ് ഓരോ മാസവും സുപ്രീം കോടതിയുടെ ഉമ്മറത്ത് പോയി കരയുമ്പോഴാണോ താങ്കൾ ഈ പണക്കൊഴുപ്പ് കഥ പറയുന്നത്? റേഷൻ കടക്കാരും KSRTC-കാരും പട്ടിണി കിടക്കുമ്പോൾ BJP വന്ന ജനങ്ങളുടെ ലോൺ തീർക്കുന്നു എന്ന് താങ്കൾ തന്നെ പറയുമ്പോൾ അതൊരു ക്രെഡിറ്റ് ആയിട്ടല്ലേ ജനങ്ങൾ കാണുകയുള്ളൂ? പിണറായി വിജയൻ ഭരിച്ചു മുടിച്ച് ജനങ്ങളെ ആത്മഹത്യയുടെ വക്കിലെത്തിച്ചപ്പോൾ താമര വിരിഞ്ഞാൽ സമാധാനം ഉണ്ടാകുമെന്ന് ജനങ്ങൾ കരുതിയാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ളവർ IT-യും വികസനവും മോദി ഗ്യാരണ്ടിയും പറയുമ്പോൾ റഹീമിന് പറയാൻ ആകെയുള്ളത് മദ്യവും പണവും എന്ന പഴയ കാലഹരണപ്പെട്ട റെക്കോർഡ് മാത്രമാണ്. പെട്ടിയിൽ പണം കടത്തി എന്ന് പറയുന്ന വീൺ ശിവൻകുട്ടിയോട് ഒരു കാര്യമേ പറയാനുണ്ടാവുള്ളൂ ജനങ്ങൾക്ക്. ആ പെട്ടി തുറന്നപ്പോൾ അതിൽ കണ്ടത് നിങ്ങളുടെ അഴിമതി ഭരണത്തോടുള്ള ജനങ്ങളുടെ അമർഷമായിരുന്നു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ CPM-ന്റെ ക്യാമ്പിൽ വലിയൊരു തിരക്കഥ രചന തന്നെ നടക്കുന്നുണ്ട്. വോട്ടെണ്ണുന്നതിനു മുമ്പേ തോൽവി സംബന്ധിച്ച വട്ടിയൂർക്കാവിലും കഴക്കൂട്ടത്തും നേമത്തുമൊക്കെ താമര വിരിയുന്നത് തടയാൻ BJP 10,000 രൂപ കൊടുത്തു എന്നൊക്കെ തട്ടി വിടുന്നത് കേൾക്കാൻ നല്ല രസമാണ്. സത്യത്തിൽ നിങ്ങൾ ഓരോരുത്തരും BJP-യുടെ PR വർക്ക് ഏറ്റെടുത്തിരിക്കുകയാണോ എന്ന് എല്ലാവർക്കും സംശയമുണ്ട്. ഓരോ വീട്ടിലും 10,000 കൊടുത്തു, ലോണുകൾ തീർത്തു എന്നൊക്കെ താങ്കൾ തന്നെ പരസ്യമായി വിളിച്ചു പറയുമ്പോൾ നാട് മുടിച്ച് പെൻഷൻ പോലും കൊടുക്കാൻ ഗതിയില്ലാത്ത പിണറായി ഭരണത്തെക്കാൾ എത്രയോ ഭേദമാണ് BJP എന്ന് ജനങ്ങൾ ഉറപ്പിക്കില്ലേ? സ്വന്തം ഖജനാവ് കാലിയായി ശമ്പളം കൊടുക്കാൻ കേന്ദ്രത്തിന്റെ ഉമ്മറത്ത് റേഷൻ ചോദിച്ചു നിൽക്കുന്ന അവസ്ഥയിലാണ് ഈ ലോൺ തീർക്കൽ കഥയുമായി വരുന്നത്. മാസപ്പടിയും സ്വർണ്ണക്കള്ളക്കടത്തും ഒക്കെ കണ്ട് ജനങ്ങൾ അന്തം വിട്ടു നിൽക്കുമ്പോൾ അതൊക്കെ മറയ്ക്കാൻ BJP-യുടെ തലയിൽ പണക്കൊഴുപ്പ് ആരോപിച്ച് രക്ഷപ്പെടാൻ നോക്കുന്ന നിങ്ങളുടെ ഈ തന്ത്രം ഇത്തവണ പാളിപ്പോകും. വികസനത്തിന്റെ രാഷ്ട്രീയം പറയുന്ന രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ളവരെ കാണുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇത്ര പേടിക്കുന്നത്? പഴയ കിറ്റ് രാഷ്ട്രീയവും പെൻഷൻ തടയുമെന്ന ഭീഷണിയും ഒന്നും തിരുവനന്തപുരത്തെ വിവരമുള്ള ജനങ്ങളുടെ അടുത്ത് ഇനി ചെലവാകില്ല. വോട്ടെണ്ണി കഴിയുമ്പോൾ ഞങ്ങൾ തോറ്റതല്ല, അവർ പണം കൊടുത്ത് ജയിച്ചതാണെന്ന് പറഞ്ഞ് കരയാൻ ഇപ്പോഴേ ഗ്രൗണ്ട് ഒരുക്കുന്ന നിങ്ങളുടെ ആ മുൻകൂർ ജാമ്യം സമ്മതിച്ചു തരണം. BJP ഇത്തവണ തിരുവനന്തപുരത്ത് വിതച്ചത് പണമല്ല, മാറ്റത്തിന്റെ വിത്തുകളാണ്. അത് താമരയായി വിരിയുന്നത് കാണുമ്പോൾ നിങ്ങൾക്കും സംഘത്തിനും പുതിയ തിരക്കഥകൾ എഴുതാൻ ആവശ്യത്തിന് സമയം കിട്ടും. തിരുവനന്തപുരത്ത് ഇത്തവണ കണ്ടത് വെറും രാഷ്ട്രീയ പോരാട്ടമല്ലായിരുന്നു, മറിച്ച് വികസനത്തിന്റെ രാഷ്ട്രീയവും കാലഹരണപ്പെട്ട പ്രത്യായ ശാസ്ത്ര രാഷ്ട്രീയവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തി തന്റെ പ്രൊഫഷണൽ പശ്ചാത്തലവും കേന്ദ്രമന്ത്രി എന്ന നിലയിലുള്ള സ്വാധീനവും ഉപയോഗിച്ച് സംസാരിച്ചത് IT പാർക്കുകളെ കുറിച്ചും സെമി കണ്ടക്ടർ ഹബ്ബുകളെ കുറിച്ചും യുവാക്കൾക്കുള്ള തൊഴിലവസരങ്ങളെ കുറിച്ചുമാണ്. ഇത് കേട്ട് പണ്ടേ ശീലമില്ലാത്ത AKG സെന്ററിലെ തിരക്കഥാകൃത്തുകൾ അന്തം വിട്ടുപോയി എന്നതാണ് സത്യം. മാസപ്പടി വിവാദത്തിലും അഴിമതിയിലും മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന
ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വികസനത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരാളെ നേരിടുക എന്നത് വലിയ പ്രയാസമാണ്. അതുകൊണ്ടാണ് റഹീമിനെ പോലെയുള്ളവർക്ക് 10,000 രൂപ പോലുള്ള വില കുറഞ്ഞ ആരോപണങ്ങളുമായി ഇറങ്ങേണ്ടി വരുന്നത്. സിൽവർ ലൈൻ പോലുള്ള പാതി വഴിയിൽ മുടങ്ങിയ സ്വപ്നങ്ങളുമായി ജനങ്ങളെ പറ്റിക്കുന്നവർക്ക് മുന്നിൽ മോദി ഗ്യാരണ്ടിയുടെ ഉറപ്പുമായി രാജീവ് ചന്ദ്രശേഖർ വരുന്നത് ഒരു വലിയ വെല്ലുവിളി തന്നെയായിരുന്നു. തിരുവനന്തപുരത്തെ വോട്ടർമാർക്ക് അദ്ദേഹം നൽകിയത് വെറും വാഗ്ദാനങ്ങളല്ല, മറിച്ച് തലസ്ഥാന നഗരിയെ ലോകത്തിന്റെ IT ഭൂപടത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു റൂട്ട് മാപ്പാണ്. ആ മാറ്റം തിരിച്ചറിഞ്ഞ വോട്ടർമാർ താമരയിൽ പ്രതീക്ഷ അർപ്പിക്കുമ്പോൾ അതിനെ പണമൊഴുക്ക് എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നത് വോട്ടർമാരുടെ വിവേകത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. വോട്ടെണ്ണി കഴിയുമ്പോൾ കാണാൻ പോകുന്നത് ഈ വികസന രാഷ്ട്രീയത്തിന്റെ വിജയമായിരിക്കും. അന്ന് ഇവർക്ക് രാജീവ് ചന്ദ്രശേഖറിന്റെ വികസന മോഡലിനെ കുറിച്ച് പഠിക്കാൻ ഇഷ്ടം പോലെ സമയം കിട്ടും. പിണറായി വിജയന്റെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തെ കുറിച്ച് ഒന്നും പറയാനില്ലാത്തതാണോ താങ്കൾ ഈ 10,000 രൂപയുടെ കഥയും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നത്? ശമ്പളവും പെൻഷനും കൊടുക്കാൻ ഗതിയില്ലാതെ ഓരോ മാസവും കേന്ദ്രത്തിന്റെ ഉമ്മറത്ത് വായ്പയ്ക്കായി ഇരന്നു നിൽക്കുന്ന അവസ്ഥയിലേക്ക് കേരളത്തെ എത്തിച്ചതാണോ പിണറായി വിജയന്റെ ഏറ്റവും വലിയ നേട്ടം? 10 വർഷം കൊണ്ട് വികസനം എന്ന പേരിൽ ജനങ്ങൾ കണ്ടത് കേരയിൽ കുറ്റികളും പാതി വഴിയിൽ നിലച്ച പ്രഖ്യാപനങ്ങളും മാത്രമാണ്. യുവാക്കൾക്ക് തൊഴിൽ നൽകുന്നതിന് പകരം അവരെ നാടുവിടാൻ പ്രേരിപ്പിക്കുന്ന ഒരു നയമാണ് ഈ 10 വർഷം നമ്മൾ കണ്ടത്. എന്നിട്ടാണ് വികസന നായകനായ രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ളവർ IT പാർക്കുകളെ കുറിച്ചും പുതിയ തൊഴിലവസരങ്ങളെ കുറിച്ചും സംസാരിക്കുമ്പോൾ പിണറായി വിജയന്റെ 10 വർഷത്തെ ഭരണ പരാജയങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ താങ്കൾ കണ്ടെത്തിയ ഈ 10,000 രൂപ തിരക്കഥ ഇത്തവണ പാളിപ്പോകും. അപ്പൊ പറഞ്ഞു വന്നത് ഇത്രയുമാണ്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടിംഗ് യന്ത്രങ്ങൾ വിശ്രമിക്കുമ്പോൾ റഹീമും സംഘവും പടച്ചുവിട്ട ഈ 10,000 രൂപ പുരാണം സത്യത്തിൽ CPM-ന്റെ ഗതികേടിന്റെ അങ്ങേയറ്റമാണ്. തോൽവി ഉറപ്പാകുമ്പോൾ വീരവാദം മുഴക്കി രക്ഷപ്പെടാനുള്ള ഈ സ്ഥിരം നമ്പർ ഒന്നും ഇത്തവണ തിരുവനന്തപുരത്ത് ചെലവാകില്ല. സ്വന്തം ഭരണപരാജയവും അഴിമതികളും മൂടിവെക്കാൻ BJP-യെ കരുവാക്കുന്ന നിങ്ങളുടെ നാടകം വോട്ടെണ്ണി കഴിയുന്നതോടെ അമ്പേ പാളിപ്പോകും. ചുരുക്കത്തിൽ വട്ടിയൂർക്കാവിലും കഴക്കൂട്ടത്തും നേമത്തും വികസനം വിജയിക്കുമ്പോൾ ആ തോൽവിക്ക് ന്യായീകരണം കണ്ടെത്താൻ ഇപ്പോൾ തന്നെ തിരക്കഥ തയ്യാറാക്കുന്ന റഹീമിന്റെ ആ കഷ്ടപ്പാട് കാണുമ്പോൾ സത്യത്തിൽ സഹതാപം തോന്നുകയാണ്. BJP ഇത്തവണ വോട്ടർമാർക്ക് നൽകിയത് പണമല്ല, മറിച്ച് വികസനത്തിന്റെ പുതിയ പ്രതീക്ഷകളാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.